Welcome to Missionary World. നമസ്കാരം, എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാൻ മിഷണറി വേൾഡ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യന്ത്രസാമഗ്രികൾക്ക് വേണ്ടി മാത്രമുള്ള ചാനലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ചാനലിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വിപണനം ചെയ്യപ്പെടുന്ന യന്ത്രസാമഗ്രികൾ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതോടൊപ്പം നമുക്ക് അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സംസ്ഥാനത്ത് അഭ്യസ്ത വിദ്യരായിട്ട് ജോലിയില്ലാതെ നടക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഇന്ന് എല്ലാവർക്കും ഗവൺമെന്റ് സംവിധാനത്തിൽ ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ അനന്തമായ സാധ്യതകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ ചെറുകിട വ്യവസായ മേഖലയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിലവിലുണ്ട്. അപ്പം എന്തെങ്കിലും യന്ത്രസാമഗ്രികൾ വാങ്ങിച്ച് ചെറിയ പൊടിപ്പ് മില്ല് മുതൽ വലിയ വലിയ സ്ഥാപനങ്ങൾ വരെ സ്ഥാപിച്ച് ലാഭകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇപ്പം നിലവിലുണ്ട്. അപ്പം നമ്മുടെ യുവതലമുറ ഒരു ശരിയായ പാതയിലേക്ക് വരുന്നതിനും അവരുടെ ഭാവി ഭദ്രമായി കരുപിടിപ്പിക്കുന്നതിനും അനുയോജ്യമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ധാരാളം മെഷീൻസ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് തുടങ്ങാൻ പറ്റിയ എന്തൊക്കെ സംരംഭങ്ങൾ ഉണ്ടെന്നും ഈ സംരംഭങ്ങൾക്ക് ആവശ്യമായ എന്തൊക്കെ യന്ത്രസാമഗ്രികൾ ഇവിടെ ഉണ്ടെന്നും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പബ്ലിക്കിന് ഒരുപാട് ഗുണം ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ ആണ് ഈ ചാനലിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇവിടെയുള്ള മെഷീൻസ് 1 by 1 ആയിട്ട് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും സാർ? തീർച്ചയായും. നമസ്കാരം, എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ 20 വർഷമായിട്ട് മെഷീൻസിൻ്റെ മേഖലയായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനൊരു 3 വർഷം കൊണ്ട് നമ്മൾ APSD മിഷണറീസ് എന്ന ഒരു സ്ഥാപനം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടത്തേക്ക് നമ്മൾ എല്ലാ മോഡൽ മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ബേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മെഷീനറീസും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് മെഷീൻസുമായിട്ട് എല്ലാ മോഡലും നമ്മൾ മെഷീനറീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കതിൻ്റെ സെയിൽസ് ഉണ്ട്, സർവീസിംഗ് ഉണ്ട്. നമ്മൾ ഓൾ കേരള നമ്മൾ സൈറ്റ് സർവീസ് വരെ കൊടുക്കുന്നുണ്ട് എല്ലാ മെഷീൻസും. അതുകൂടാതെ നമ്മൾ ഈ സമൂസ ഉണ്ടാക്കുന്ന ഓട്ടോമാറ്റിക് മെഷീൻസ് ഉണ്ട്. നമുക്ക് ആ ഒരു മെഷീനിൽ തന്നെ നമുക്ക് അതിൻ്റെ മസാലയും കുഴച്ച മാവ് ഇട്ട് കൊടുത്താൽ നമുക്ക് സമൂസ ആയിട്ട് വരും. മണിക്കൂറിൽ നമുക്ക് 2000 സമൂസ വരെ ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ മുറുക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മുറുക്കിൻ്റെ മെഷീനുണ്ട്. മണിക്കൂറിൽ 700 മുറുക്ക് ചെയ്യാൻ പറ്റുന്ന മെഷീൻസും ഉണ്ട്, 2500 മുറുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മെഷീൻസും ഉണ്ട്. അതുപോലെ നമുക്ക് ഈ ഐസ്ക്രീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെഷീൻസ് ഉണ്ട്. പിന്നെ ഈ നമുക്ക് ഐസ് ക്യൂബിൻ്റെ മെഷീൻസ് ഉണ്ട്. ജ്യൂസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഷീൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് റോഡ് സൈഡിൽ ബിസിനസ് കരിമ്പിൻ്റെ ബിസിനസ് ജ്യൂസിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള എല്ലാ മോഡൽ മെഷീൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ മോഡൽ മെഷീൻ കുറച്ച് ഉള്ള മോഡൽ മെഷീൻസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ വൈഫാണ്, സൂര്യയാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വൈഫ് പറഞ്ഞു തരുന്നതായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് സൂര്യ. ഞാൻ APSD തുടങ്ങിയിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. അതുപോലെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഈ ബിസിനസ്സിലും ഞാനുമുണ്ട്. നമുക്ക് കുറച്ച് മെഷീൻസ് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് നമ്മൾ മെഷീൻസ് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടിങ് മെഷീനും എടുത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല എവിടെ നിന്ന് നമ്മൾ മെഷീൻ കൊടുത്താലും നമ്മൾ സെയിൽ സർവീസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ മലപ്പുറം അങ്ങോട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ സർവീസ് ചെയ്യാനും നമ്മൾ തന്നെ ഇവിടെ നമുക്ക് പോയി സർവീസ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ബാലരാമപുരം വെടിവെച്ചാൻ കോവിലിന് സമീപത്തായിട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. സാർ, ഇവിടെ നമ്മുടെ ഈ ഷോറൂമിനകത്ത് ധാരാളം മെഷീൻസ് കാണുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ മെഷീൻസ് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ ചില സംരംഭങ്ങൾ തുടങ്ങുന്നതിന് അവർക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ ഈ കാണുന്ന മെഷീൻസ് എന്തിനൊക്കെ ഉപയോഗിക്കാം, ഇത് വെച്ചിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്
സാറിന് ഇതൊക്കെ ലഘുവായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, തീർച്ചയായിട്ടും. ഈ മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് ബാൻസീലാണ്. നമുക്ക് ഈ കവറുകളൊക്കെ നമുക്ക് സ്നാക്സ് ഐറ്റങ്ങളായാലും പൗഡർ ഐറ്റംസ് ആയാലും നമുക്ക് പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻസാണ്. ഇതിൻ്റെ അത് അടുത്ത മോഡൽ വെർട്ടിക്കൽ മോഡലാണ്. നമുക്ക് ആ പാക്കിട്ട് നമുക്ക് സ്റ്റാൻഡിങ് ആയിട്ട് വെച്ചിട്ട് അതിനെ നമുക്ക് ബാൻസിൻ്റെ വഴി കൺവെയർ വഴി പ്രവിച്ചാടുന്ന ഒരു മോഡലാണ്. ഇത് എന്ന് പറയുമ്പോൾ അതിന് തന്നെ പെഡൽ സീലിംഗ് എന്ന് പറയും. നമുക്ക് ചവിട്ടി നമുക്ക് കവർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന മോഡലാണ്. ഇതെല്ലാം ഒരു സെയിം പർപ്പസിൽ ഉപയോഗിക്കുന്ന മെഷീൻസാണ്. ഈ ഭാഗത്ത് പറയുമ്പോൾ ഇൻഡക്ഷൻ സീലിംഗ് ആണ്. നമുക്ക് ഈ ബോട്ടിലിനൊക്കെ അച്ചാർ ബോട്ടിലിനൊക്കെ അകത്ത് വരുന്ന ഒരു കോയിൽ സീലിംഗ് ഉണ്ട്. നമുക്ക് അതിന് വേണ്ടി കോയിലായിട്ട് സീലിംഗ് വരാണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ സീലിംഗ് ആണ് പേര് പറയുന്നത്. ഈ മുകളിൽ കാണുന്ന ഡിഷുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് സ്നാക്സ് ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ള പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം. സ്നാക്സിനും നമുക്ക് മാവ് കുഴയ്ക്കാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു. പ്രോസസ്സിങ്ങിന് വേണ്ടി. ഈ മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബട്ടർ ജാമൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എത്ര ഗ്രാം വെയിറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിൽ കാണിച്ചു കൊടുത്താൽ നമുക്ക് ബോട്ടിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരു കിലോ വരെയുള്ള മാക്സിമം നമുക്ക് മെഷീനിൽ ഒറ്റ ടൈമിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക്? ഇതിനകത്ത് ബട്ടർ ആട്ടിയ മാവ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ജാം ചെയ്യാൻ പറ്റും. അച്ചാർ ചെയ്യുന്ന മെഷീൻസ് ഉണ്ട്. അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് പ്രോഡക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേവി നമുക്ക് എന്തിനേയും നമുക്ക് ഗ്രേവി ആക്കാൻ പറ്റും. നമുക്ക് അരിനെ ഗ്രേവി ആക്കാൻ പറ്റും. അതിനെ ആട്ടാൻ പറ്റും. പോലെ ആ ഒരു പർപ്പസിന് ഉപയോഗിക്കുന്നതാണ്. സവോള കൊടുത്ത ഗ്രേവി ആക്കാം. കോക്കൻറ്റിനെ അരച്ച് അതിനെ നമുക്ക് ഗ്രേവി ആക്കാൻ പറ്റും. എന്തിനേയും ഗ്രേവി ആക്കാൻ പറ്റുന്ന മോഡൽ മിക്സാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്തിനാ? ഏത് ഫീൽഡിലാണ്? നമുക്ക് ഇത് ഹോട്ടൽ മേഖലയ്ക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, പിന്നെ നമ്മുടെ അതുപോലുള്ള കാറ്ററിംഗ് യൂണിറ്റുകൾ, അവർക്കെല്ലാം ഇത് ഈ മെഷീൻ പ്രയോജനപ്പെടും. ഇത് നമുക്ക് സ്ലൈസിങ് മെഷീനാണ്. നമുക്ക് ഒണിയൻ സ്ലൈസിങ് ആണ്. നമുക്ക് ഇത് ഒണിയൻ മാത്രമായിട്ടുള്ളതാണ്. ഒണിയൻ മാത്രമാണ്, സ്ലൈസിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ നമുക്ക് വേറെ ഡിഫറൻറ്റ് മോഡലുണ്ട്. നമുക്ക് എല്ലാം സ്ലൈസ് ചെയ്യാൻ പറ്റുന്ന മോഡലുണ്ട്. 8 ബ്ലേഡ് വരുന്ന ടൈപ്പ്, ഒറ്റ ടൈമിൽ 8 ടൈപ്പ് ബ്ലേഡ് വരുന്ന മോഡലുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഹാൻഡ് സീൽ മെഷീനാണ്. നമുക്ക് സാധാരണ നോർമൽ ഹാൻഡ് സീലറാണ്. മറ്റേ നമ്മൾ നേരത്തെ കാണിച്ചത് മതി ബാൻഡ് സീലറാണ്. ഇത് ഇനി ഹാൻഡ് സീലറാണ്. നമുക്ക് കൈ വെച്ചതിന് പ്രസ് ചെയ്ത് എത്തിക്കുന്ന ടൈപ്പ് മോഡൽ. ഈ സലാഡ് മേക്കർ ഇത് നമുക്ക് മാനുവലായിട്ട് നമുക്ക് കറക്കി നമുക്ക് സ്ലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഒണിയൻ ആയാലും തക്കാളി ആയാലും കുക്കുംബർ ആയാലും നമുക്ക് സ്ലൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന മെഷീൻസാണ്. മാനുവൽ ടൈപ്പാണ് അത് കറക്റ്റ് മാനുവൽ. ഈ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഗ്രാനുവൽസ് ഫില്ലിംഗ് മെഷീനാണ്. നമുക്ക് 1 കിലോ വരെയുള്ള ഗ്രാനുവൽസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് വെയിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത്ര ഗ്രാം ആയിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ വരും. നമുക്ക് കവർ കാണിച്ച് വെക്കുമ്പോഴത്തേക്ക് കവറിലേക്ക് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് പിന്നെ എത്ര ഗ്രാം മുതൽ എത്ര ഗ്രാം? ഇത് നമുക്ക് 5 ഗ്രാം മുതൽ 1 കിലോ വരെ നമുക്ക്. ഓക്കെ. ഇത് അതിൻ്റെ തന്നെ 100 ഗ്രാമിൻ്റെ ആണ്. ഒറ്റ 100 ഗ്രാം വരെ മാക്സിമം ചെയ്യാൻ പറ്റും. 1 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാൻഡ് സീലിംഗാണ്. കവർ നമുക്ക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ബാൻഡ് സീലാണ്. മിനി മോഡലാണ്. ഇത് നമുക്ക് സ്റ്റാർട്ടിങ് 9500 പ്ലസ് GST കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇത് ഫ്രയറാണ്. ഇതിൻ്റെ എല്ലാ മോഡലും ഫ്രയർ നമ്മൾ ചെയ്യുന്നത്. ഇത് ചെറിയ മോഡൽസാണ്. ഇത് വലിയ ഫ്രയർ നമുക്ക് എന്നും ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ഫ്രയറാണ്. അതായത് വിത്ത് സപ്പോർട്ട് ഓഫ് ഓയിൽ. ഇലക്ട്രിക്കൽ ഫ്രയർ. പിന്നെ ഈ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കോഡിംഗ് മെഷീനാണ്. നമുക്ക് എല്ലാം ഇത് മാനുവൽ കോഡിംഗ് ആണ്. നമുക്ക് മറ്റേ ഡിജിറ്റൽ കോഡിംഗ് ആണിത്. നമുക്ക് കാറ്റഗറി ഇട്ടിട്ട് നമുക്ക് കോഡിംഗ് നമുക്ക് മാനുഫാക്ചറിംഗ് ഡേറ്റ്, പ്രൈസ്, എക്സ്പയറി ഡേറ്റ് ഇതെല്ലാം അറ്റ് എ ടൈം എല്ലാ ഡീറ്റെയിൽസും ചെയ്യാൻ പറ്റും. സ്റ്റാറ്റ്യൂട്ടറി എല്ലാം പ്രിന്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ മോഡലാണ്. ഇതെന്ന് പറയുമ്പോൾ ഈ കരിമ്പ് ജ്യൂസിൻ്റെ മെഷീനാണ്. നമുക്ക് കരിമ്പിനെ നമുക്ക് ജ്യൂസ് ആക്കി എടുക്കാൻ പറ്റുന്ന നമുക്ക് 3-4 മോഡൽ മെഷീൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓൾറെഡി ഇലക്ട്രിക്കലാണ്. ഇത് ഇലക്ട്രിക്കൽ ബാറ്ററി മോഡലുണ്ട്. പിന്നെ അത് ഇലക്ട്രിക്കൽ മോഡലാണ്. അത് 1 HP മോട്ടർ വരുന്ന മോഡലാണിത്. അല്ല സോറി, അത് 1.5 HP മോട്ടർ വരുന്ന ടൈപ്പാണ്. ഇത് 1 HP വരുന്ന മോട്ടർ വരുന്ന ടൈപ്പ്. സാർ, ഈ കാണുന്ന മെഷീൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമുക്ക് കൊപ്ര ആട്ടാൻ ഉപയോഗിക്കുന്ന മിനി മോഡലാണ്. ഇതിൻ്റെ നമുക്ക് ഇതിപ്പോൾ മണിക്കൂറിൽ 4 കിലോയാണ് നമുക്ക് ആട്ടാൻ ഉപയോഗിക്കുന്നത്. അത് 350 വാട്ട്സാണ്. നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു 3 മണിക്കൂർ യൂസ് ചെയ്താൽ 1 യൂണിറ്റ് പവർ നമുക്കാവാം. ഇതിൻ്റെ നമുക്ക് 4 കിലോ മുതൽ 75 കിലോ വരെ ചെയ്യുന്ന മോഡലാണ്. പിന്നെ 304 എസ്എസിൽ വരുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് മറ്റേ ചക്ക് മോഡലുണ്ട്. പിന്നെ എക്സ്പെല്ലർ ടൈപ്പുണ്ട്. ഇത് വെറ്റ് ഗ്രൈൻഡറാണ്. നമുക്ക് ഇത് അരി ഉഴുന്ന് ഒരുമിച്ചിട്ട് അരയ്ക്കാൻ പറ്റുന്ന മോഡലും അരി സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാൻ പറ്റുന്ന മോഡലാണ്. നമുക്ക് ഉഴുന്ന് നമുക്ക് തനിച്ചരയ്ക്കാൻ പറ്റില്ല, എന്ന് ചേർത്ത് അത് അരയ്ക്കാൻ പറ്റും. അതായത് കോംബോ. കോംബോ. അതായത് അരിയും കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് അരി സെപ്പറേറ്റ് ആയിട്ട് അരയ്ക്കാം. ഉഴുന്ന് മാത്രമായിട്ട് അരയ്ക്കാൻ പറ്റും.
അതിന് നമുക്ക് വെജ് ഗ്രൈൻഡർ അല്ലേ ടിൽറ്റിംഗ് ഗ്രൈൻഡർ തന്നെ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഫോയിൽ സീലിംഗ് ആണ്. ഫോയിൽ സീലാണ്, മാനുവൽ ടൈപ്പ് ഫോയിൽ Foil സീലിംഗ്. sealing. പിന്നെ അത് ജ്യൂസിൻ്റെ ആണ്, നമുക്ക് ഇലക്ട്രിക്കൽ ജ്യൂസിൻ്റെ. ഇത് മാനുവൽ ടൈപ്പ് ജ്യൂസിൻ്റെ ആണ്. അപ്പോൾ ഇതും ഷുഗർ കെയിൻ്റെ മെഷീനാണ്. ഷുഗർ കരിമ്പ് ജ്യൂസ് മെഷീൻസ് ആണ്. അത് ഔട്ട്ഡോറിൽ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. റോഡ് സൈഡിലൊക്കെ ഈ പിന്നെ റോഡ് അന്നേരം ഈ റോഡ് അതിന് നമുക്ക് മോട്ടർ വെച്ച് നമുക്ക് ഉപയോഗിക്കുന്നത്. മോട്ടർ അതിന്റെ അടിയിൽ ഫിറ്റ് ചെയ്യും. അടിയിൽ ഫിറ്റ് ചെയ്യും. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷ് മീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, സ്ലൈസിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് മെഷീനുണ്ട്. നമുക്ക് ചിക്കന് മീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ട്. ഇത് ഫിഷിന് കട്ട് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഒരാളുടെ ആവശ്യമില്ല. മറ്റേ ഓട്ടോമാറ്റിക് കൺവെയർ മോഡൽ വേറെ ടൈപ്പ്. അപ്പോൾ ഇതിൽ ഫിഷ് മീറ്റ് നമുക്ക് ചിക്കൻ ആയാലും വെജിറ്റബിൾസ് അല്ല, മീറ്റ് ഐറ്റം ഇങ്ങനെ ഫിഷ് മീറ്റ് മാത്രം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൈപ്പ്. മീറ്റിന് വേണ്ടി സെപ്പറേറ്റ് കൺവെയർ മോഡൽ ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ സാധാരണയായിട്ട് വരുന്നത് നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ഫിഷിൻ്റെ ഷോപ്പുകൾ, ചിക്കൻ്റെ ഷോപ്പുകളിൽ ഉപയോഗിക്കാം, മീറ്റ് ഷോപ്പുകളിൽ ഉപയോഗിക്കാം. കട്ട് ചെയ്ത് വേര് പോകും. വേയിങ്ങില്ല, കട്ടിങ് മാത്രം, ഫുള്ളി കട്ടിങ്. സാർ, നമ്മൾ ഈ കാണുന്ന മെഷീനെ ഒരു വെറൈറ്റി മെഷീനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യത്തിന് ഇതിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് സാറിന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇത് നമുക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ വലിയ ഹെവി വെയിറ്റ് 2000 കിലോ ഉള്ള സാധനം വരെ നമുക്ക് ഇത് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ലിഫ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോയി നമുക്ക് അതായത് ലിഫ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഹൈഡ്രോളിക് മോഡലാണ്. ഇതിൻ്റെ എല്ലാം ചെറിയ മോഡലുണ്ട്. ഇത് ഒരു ടണ്ണിനുണ്ട്, 2 ടണ്ണിനുണ്ട്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇത് നമുക്ക് 1.5 മീറ്റർ വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈറ്റ് ഉയർത്താൻ പറ്റും. 1.5 മീറ്റർ. സാർ, നമ്മൾ ഈ സ്ഥാപനത്തിൽ ധാരാളം മെഷീൻസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നമ്മുടെ സംരംഭക സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനം, അതായത് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് തീർച്ചയായിട്ടും അവർക്കൊരു താല്പര്യം വരും. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മെഷീൻസ് വാങ്ങുന്നതിന് എങ്ങനെ നമ്മുടെ ഈ സ്ഥാപനവുമായിട്ട് അവർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും? പുതുതായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടി കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും 35% സബ്സിഡി ലഭിക്കുന്ന സംരംഭക സഹായ പദ്ധതികൾ നിലവിലുണ്ട്. കൂടാതെ ബജാജ് EMI സംവിധാനവും ക്രെഡിറ്റ് കാർഡ് EMI സംവിധാനവും ഉണ്ട്. മെഷീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നമ്മൾ ഈ മെഷീൻ ഓൾറെഡി നിങ്ങൾക്ക് സൈറ്റിൽ എത്തിച്ചു തരുന്നതായിരിക്കും. ഓൾ കേരള നമ്മൾ സൈറ്റ് സർവീസും ഉണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തന രീതികളും നമ്മൾ സൈറ്റിൽ വന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ്. ഈ സ്ഥാപനവുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 858997999920.